ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ അധ്യാപകരെ, സ്നേഹിതരായ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്നേഹപൂർവ്വമായ നമസ്കാരം. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹത്തിന്റെ ശില്പികൾ. ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. എന്റെ പ്രസംഗ വിഷയം ലഹരിമുക്ത കേരളം പടുത്തുയർത്താൻ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ പങ്ക് എന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് ലഹരി. മദ്യവും മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും ഒരാളുടെ ആരോഗ്യത്തെ മാത്രമല്ല, കുടുംബത്തിന്റെ സന്തോഷവും സമൂഹത്തിന്റെ സമാധാനവും ഇല്ലാതാക്കുന്നു. നിരവധി യുവജീവിതങ്ങൾ ലഹരിയുടെ പിടിയിൽ നശിച്ചു പോകുന്ന വാർത്തകളിലൂടെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓരോ പൗരന്റെയും കടമയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചെറിയ പ്രായമാണെങ്കിലും വലിയ മാറ്റങ്ങൾ കുറിക്കാൻ എനിക്ക് കഴിയും. നല്ല ശീലങ്ങൾ വളർത്തുക, ശരിയായ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഉപദേശങ്ങൾ പാലിക്കുക എന്നിവയാണ് എന്റെ ആദ്യ ഉത്തരവാദിത്തം. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഉറച്ച തീരുമാനമെടുക്കും. എന്റെ സുഹൃത്തുക്കളെയും ലഹരിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. കായിക പരിശീലനത്തിനും വായനയിലും കലാപരിപാടികളിലും ഞാൻ സജീവമായി പങ്കെടുക്കും. കാരണം നല്ല ശീലങ്ങളും നല്ല ചിന്തയും വളരുന്നിടത്ത് ലഹരിക്ക് സ്ഥാനമില്ല. ലഹരിയുടെ ദോഷങ്ങളെ കുറിച്ച് വീട്ടിലും സ്കൂളിലും ബോധവൽക്കരണം നടത്താനും ഞാൻ ശ്രമിക്കും. സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മാതാപിതാക്കളെയോ അധ്യാപകരെയോ അറിയിക്കും. മിണ്ടാതിരിക്കുകയല്ല, ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തം. പ്രിയ കൂട്ടുകാരെ, ലഹരി മുക്ത കേരളം സൃഷ്ടിക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വിദ്യാർത്ഥിയും, ഓരോ കുടുംബവും, ഓരോ അധ്യാപകനും കൈകോർക്കുമ്പോഴാണ് ആ സ്വപ്നം യഥാർത്ഥമാകുന്നത്. ആയതിനാൽ നമുക്കിന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ലഹരിയെ പ്രോത്സാഹിപ്പിക്കില്ല, മറ്റുള്ളവരെ ലഹരിയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. നല്ല ചിന്തയും നല്ല ശീലങ്ങളും ജീവിതത്തിൽ പാലിക്കും. ലഹരി മുക്ത കേരളം സൃഷ്ടിക്കാൻ എന്റെ പങ്ക് ഞാൻ ആത്മാർത്ഥമായി നിർവഹിക്കും. ഓർക്കുക, ഓരോ വിദ്യാർത്ഥിയുടെയും നല്ല തീരുമാനം ഒരു കുടുംബത്തെ മാറ്റാം. ഒരു കുടുംബത്തിന്റെ മാറ്റം ഒരു സമൂഹത്തെ മാറ്റാം. ഒരു സമൂഹത്തിന്റെ മാറ്റം ലഹരി മുക്ത കേരളം സൃഷ്ടിക്കാം. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.